ഇന്ന് കേരള സ്റ്റോറി പോയപ്പോൾ 2026 കലണ്ടർ ദൈവമേ കണ്ടപ്പോൾ ഒരു അത്ഭുതം. 26 കലണ്ടർ വരെ എത്തി ഇവിടെ. എന്നാ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചു. എന്നാലെന്നില്ല, ഒരെണ്ണം എടുക്കണം കേട്ടോ. 26 കലണ്ടർ വന്നില്ല. അപ്പം എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മറിയത്തോട് പറഞ്ഞു ഒന്ന് പിടിക്കാൻ, അവളെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചു കേട്ടോ. നമ്മുടെ കേരള സ്റ്റോറി ഈ സാധനങ്ങളൊക്കെ കിട്ടും. പഴം കിട്ടും, ചീനി കിട്ടും, കൊച്ചുള്ളി കിട്ടും, പിന്നെ പലഹാരങ്ങളും എല്ലാം കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവിധ സാധനങ്ങളെല്ലാം എല്ലാ ആഴ്ചയും ഇവിടെ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ പഴമൊക്കെ തൂക്കിയെടുക്കുക. വില കൂടുതൽ എന്ന് വെച്ചാൽ നാട്ടിൽ കിട്ടുന്നതിലും കുറച്ച് വില കൂടുതലായിരിക്കും. കാരണം ട്രെയിനിലൊക്കെ അവരിങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ വില കൊടുക്കണമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. മറിയത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. മിസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളുള്ളത് അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ട്രാഫിക്. എന്താ ഇങ്ങനെ ട്രക്കുകൾ നിരന്ന് കിടക്കുമായിരുന്നു, ഒരു രക്ഷയില്ലാതെ. ഇവിടെ കൂടുതലും പോകുന്നത് ഇതുപോലെ ട്രക്കുകളാട്ടോ. പല കമ്പനിയിലെ പല സാധനങ്ങളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രെയിനിലൂടെ ഇതുപോലെ സാധനങ്ങൾ ഗുഡ്സ് ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. ഗുജറാത്ത് ആകുമ്പോൾ അങ്ങനെയല്ലേ, റോഡായാലും ട്രെയിനായാലും ഫുള്ള് സാധനങ്ങൾ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത്